വെൽക്കം ടു ഡയറ്റ് ലാബ്. ഇന്ന് ഡയറ്റ് ലാബിലൂടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ ഡയറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഡയറ്റ് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യാം. അതുപോലെ വാട്സപ്പ് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കെയിൽ ലീഫാണ്. കെയിൽ ലീഫ് എന്ന് പറയുന്നത് ഒരു പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലായാലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിളാണ് നമ്മുടെ കെയിൽ ലീഫ്. കെയിൽ ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൂസിഫറസ് വെജിറ്റബിൾ ഗ്രൂപ്പിൽ വരുന്നതാണ്. മെയിനായിട്ട് നമ്മുടെ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി ആ ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണ് കെയിൽ ലീഫ്. അതുപോലെ കെയിൽ ലീഫിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ കെയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കെയിൽ ലീഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കേളി രൂപത്തിലാണ് നമുക്ക് ഈ ലീഫ് കിട്ടുന്നത്. റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഫ്ലേവനോയിഡ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് കെയിൽ ലീഫ്. അടുത്തായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടുതലായിട്ട് നിൽക്കുന്നവർക്ക് നമ്മുടെ ഈ കെയിൽ ലീഫ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കൊളസ്ട്രോളിനെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കെയിൽ ലീഫ്. അതുപോലെ തന്നെ BP നോർമലാക്കാനും കെയിൽ ലീഫ് വളരെ നല്ലതാണ്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലൊരു ഓപ്ഷനാണ് കെയിൽ ലീഫ്. ബ്ലഡ് ഷുഗർ ലെവലിനെയൊക്കെ നോർമലാക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഇതിനകത്ത് ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കുക്കിംഗ് മെത്തേഡ് വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ലീഫ് ഇട്ട് കൊടുക്കാം. ഞാനിത് സോട്ട് ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൽ ധാരാളമായിട്ട് ബീറ്റാ കരോട്ടിനും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ് കെയിൽ ലീഫ്. കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കെയിൽ ലീഫ് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തായാലും കഴിക്കും. അതുപോലെ വെയിറ്റ് റിഡക്ഷനൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇത് വളരെ ലോ കാലറി ആയിട്ടുള്ളൊരു ലീഫാണ്. മെയിനായിട്ട് ബെല്ലി ഫാറ്റൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ കിഡ്നി സ്റ്റോൺ ഉള്ളവർ, യൂറിക് ആസിഡ് ഉള്ളവർ, അതുപോലെ തൈറോയ്ഡ് ഉള്ളവർ എല്ലാം ലിമിറ്റ് ചെയ്ത് മാത്രം ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ഈ ലീഫിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ചീരയൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്നൊരു കുഴഞ്ഞു പോകുമല്ലോ. പക്ഷേ ഈ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരു നേച്ചറാണ്. കുറച്ച് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഡയറ്റിൽ സ്മൂത്തീസൊക്കെ ഉണ്ടാക്കുമ്പോൾ കെയിൽ ലീഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഈ ലീഫിന് ഉണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ഡിസീസ് കണ്ടീഷനൊന്നും ഇല്ലാത്തവർക്ക് തേങ്ങയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ജീരകമൊക്കെ ഇട്ട് തോരൻ ഫോമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കെയിൽ ലീഫ് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡിസീസ് കണ്ടീഷൻസ് ഉള്ളവരെല്ലാവരും തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്കും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ദയവേത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.